2 ദിവസം കൊണ്ട് ഒരു മന്ത്രി രാജിവെക്കുമോ ഇല്ലയോ എന്ന വലിയ ചർച്ച നടന്നു ഇവിടെ. മന്ത്രി പറയുന്നത് ഞാൻ എൻ്റെ രക്തത്തിന് വേണ്ടി എല്ലാവരും ദാഹിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് മന്ത്രി വലിയ ബഹളം ഉണ്ടാക്കി. അവസാനം അദ്ദേഹം വലിയ വലിയ പ്രശ്നങ്ങളുണ്ടാക്കി. ഇവിടെ അദ്ദേഹം ഉപമിച്ച കുറേ ആളുകളുണ്ട്. ഒന്ന്, ഈ ചെറിയ ആളുകൾ എന്നെയും വലിയ മച്ചാനെയും കൂടെ അടിക്കാൻ ആരുണ്ടടാ എന്ന് ചോദിക്കുന്നൊരു കഥയുണ്ട്. അതായത് കൊച്ചിൻ ഹനീഫയുടെയാണ് സിനിമ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കൊച്ചിൻ ഹനീഫയുടെ ദാതയായിട്ടുള്ള കിരിക്കാടൻ ജോസും ഉണ്ട് ആ സിനിമയിൽ എന്നാണ് ഞാൻ എൻ്റെ കിരീടം സിനിമയിലാണെന്നാണ് എനിക്ക് തോന്നുന്നത്, മോഹൻലാലിൻ്റെ. അതോ വേറെ ഏതോ സിനിമ കറക്റ്റ് ഞാൻ ഓർക്കുന്നില്ല. അപ്പോൾ ഈ മെയിൻ ദാതയാണ് ഗുണ്ടാ പിരിവ് നടത്തുന്നത്. ഈ മാർക്കറ്റിലൊക്കെ പോയി ഗുണ്ട പിരിവ് നടത്തും, കത്തിയൊക്കെ കാണിച്ച് ഗുണ്ടാ പിരിവ്. അപ്പോൾ ദാതയും ഒരു സംഘം ആളുകൾ വരുമ്പോഴും പിന്നെ ആളുകൾ പൈസ കൊടുക്കും, അല്ലെങ്കിൽ കത്തിയൊക്കെ കാണിച്ച് കുത്തിക്കളയും, ആളുകളെയൊക്കെ കൊല്ലും. അപ്പോൾ ഈ ദാത വന്ന് പിരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചില ദിവസങ്ങളിൽ ദാത വരത്തില്ല, വലിയ ദാത വരുന്ന ഒരു സംഭവമാണ്. അപ്പോൾ കിരിക്കാടൻ ജോസ് അല്ലെന്ന് വേറെ ആരുമാണ്. ദാത വരാത്തൊരു ദിവസം ഈ കൊച്ചിൻ ഹനീഫ ഒരു ചെറിയ കത്തിയായിട്ടൊക്കെ വന്ന് അവിടെ കിടന്ന് ബഹളം കാണിക്കും. അപ്പോഴാണ് പിടിയോടാ പൈസ ഇടാന്നൊക്കെ പറഞ്ഞ് ബഹളം കാണിക്കുമ്പോൾ ഒറിജിനൽ ദാത വരും. യാദൃശ്യമായിട്ട് വരും. ഈ ഒറിജിനൽ ദാത ഇയാളുമായിട്ട് യാതൊരു ബന്ധമില്ല, കൊച്ചിൻ ഹനീഫയ്ക്ക് യാതൊരു ബന്ധമില്ല. അങ്ങനെ കഴിഞ്ഞിട്ട് വരുമ്പോൾ ഈ ആരുടെ ഇവിടെ എൻ്റെ പേരും പറഞ്ഞ് പിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ദാത ബഹളം ഉണ്ടാക്കുമ്പോൾ കൊച്ചിൻ ഹനീഫ ഓടിപ്പോയി ദാതയുടെ കഴുത്തിൽ കൈയിട്ടിട്ട് പറയും, എന്നെയും ഈ ഇദ്ദേഹത്തെയും കൂടെ അടിക്കാൻ, ചേട്ടനെയും കൂടെ അടിക്കാൻ, അല്ലെങ്കിൽ ദാതയെയും കൂടെ അടിക്കാൻ ആരുണ്ടടാ ഈ മാർക്കറ്റിലെന്ന് ചോദിക്കുന്നൊരു കഥയുണ്ട്. അതുപോലെ നമ്മുടെ ഗണേഷ് അണ്ണൻ മച്ചമ്പി ആരെയായിട്ടാണ് കമ്പയർ ചെയ്തത്? നെഹ്റുവിൻ്റെ ഭാര്യയ്ക്ക് ഒരു പ്രണയമുണ്ട്, ജവഹർലാൽ നെഹ്റുവിന് മൗണ്ട് ബാറ്റൻ പ്രഭുവിൻ്റെ ഭാര്യയുമായി ഒരു പ്രണയമുണ്ടായിരുന്നു. മഹാത്മാഗാന്ധിക്ക് കുറേ പ്രണയമുണ്ടായിരുന്നു. ലോകത്ത് ഒരുപാട് ആളുകൾക്ക് പ്രണയമുണ്ട്. അതുകൊണ്ട് ഞാൻ 5000-വും 10,000-വും പ്രണയിക്കും. ഇതാണ് മന്ത്രിയുടെ വാദം. അപ്പോൾ ഇതിൽ ഭാര്യ പ്രകോപിതയാകുന്നു. മറ്റ് സ്ത്രീകളെ അവരുടെ വാളകത്തെ വീട്ടിൽ കാണുന്നു എന്ന് പറയുന്നു. അതിൻ്റെ ഫോട്ടോ എടുക്കുന്നു, വീഡിയോ എടുക്കുന്നു. ഗൺമാനും ഡ്രൈവറും ഒക്കെ തടസ്സപ്പെടുത്തുന്നു, പോലീസിനെ വിളിക്കുന്നു, ശ്രീലേഖ IPS വിളിക്കുന്നു. അവർ പോലീസിനെ വിളിക്കാൻ പറയുന്നു. 112 കണ്ട പോലീസിനെ വിളിക്കുന്നു. പോലീസ് വരുന്നു, ഇവരകത്ത് കയറുന്നു. അവർ രക്ഷിക്കണമെന്ന് പറഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ പോലീസിനെ കാണാനില്ല. ആകെ കൺഫ്യൂഷൻ, പോക. പ്രിയപ്പെട്ട ഗണേഷിനോട് പറയാനുള്ളത്, മൗണ്ട് ബാറ്റൻ പ്രഭുവിൻ്റെ ഭാര്യയുമായി പ്രണയം ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുമ്പോൾ തന്നെ മൗണ്ട് ബാറ്റൻ പ്രഭുവിനും പരാതിയില്ല, പ്രഭുവിൻ്റെ ഭാര്യയ്ക്കും പരാതിയില്ല. ഉണ്ടെങ്കിൽ ചരിത്രത്തിൽ ഇതുവരെ ആരും പരാതി പറഞ്ഞതായിട്ടോ ഉള്ളതായിട്ടോ കഥകളും അപസവർക്ക കഥകളുമല്ലാതെ വളരെ കൃത്യമായ തെളിവുകൾ വന്നിട്ടില്ല. നെഹ്റു ആരുടെയെങ്കിലും വീട്ടിൽ പോയി കിടന്നിട്ടോ, നെഹ്റുവിൻ്റെ വീട്ടിൽ ആരെങ്കിലും സ്ത്രീകൾ വന്ന് കിടന്നിട്ടോ നെഹ്റുവിൻ്റെ ഭാര്യ നെഹ്റുവിനെ തല്ലിയിട്ടില്ല. ചരിത്രം പഠിക്കാതെ വർത്തമാനം പറയരുത്. മഹാത്മാഗാന്ധി ആരെയാണ് പ്രണയിച്ചതെന്നറിയില്ല, എന്നാലും ഗാന്ധിജിക്ക് പഠിച്ചത് ശരിയായില്ല. 2. മൂന്നാമത് താങ്കൾ പറയുന്നത് താങ്കൾ പ്രണയിച്ചു 5000 പേരെ, താങ്കൾക്ക് 50,000 പേരെയും പ്രണയിക്കാം, ഒരു പ്രശ്നമില്ല. താങ്കൾ ചില സിനിമാ നടന്മാർക്ക് പഠിക്കുകയാണ്. താങ്കളുടെ കൂടെ കോളേജിലൊക്കെ പഠിച്ചിരുന്ന സിനിമാ നടന്മാർ കൂട്ടുകാരായിട്ടുള്ളവർക്ക് പരസ്പരം നിങ്ങൾ മാത്രമല്ല, ഒരുപാട് പേര് ഇങ്ങനെ പഠിക്കുന്നുണ്ട്. തിരുവനന്തപുരത്ത് അത് നല്ല അടുക്കള വർത്തമാനം കൊണ്ട് പല നടന്മാരും ഇങ്ങനെ പഠിക്കുന്നുണ്ട്. ഒരുപാട് ആളുകളെ പ്രണയിക്കാനും ബന്ധപ്പെടാനും ലൈംഗികമായി ബന്ധപ്പെടാനും ഒക്കെ ഇങ്ങനെ എണ്ണം വെച്ച് പോണവരുണ്ട്. അതിൽ വരുന്ന സ്ത്രീകളുമുണ്ട്. മുകേഷ് ഇതുപോലെ എണ്ണം വെച്ച് അവസാനം കൂപ്പുകുത്തി ഇപ്പതാ റേറ്റിലൊക്കെ വളരെ താഴെ പോയി തോറ്റു പോകാനുള്ള സാധ്യതയുമുണ്ട്. സ്ഥാനാർത്ഥിത്വം തന്നെ ഇല്ല. അവിടെ ജയമോഹനാണ് മത്സരിക്കുന്നത്, പുറത്തുപോയി, കേരള രാഷ്ട്രീയത്തിൽ നിന്ന് പുറത്തുപോയി. ഇങ്ങനെ ഒത്തിരി ആളുകൾ പ്രശ്നമായിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് 50,000 പേരെയും നിങ്ങൾക്ക് പ്രണയിക്കാം. പക്ഷേ പ്രശ്നം എന്തെന്ന് പറഞ്ഞാൽ, സ്വന്തം ഭാര്യ പരാതിയുമായി വരുമ്പോൾ ആദ്യത്തെ ഭാര്യ ഡോക്ടർ യാമിനി തങ്കച്ചൻ താങ്കളുടെ മുഖത്ത് കപാലത്തിലടിച്ച് മുറിവുണ്ടാക്കിയിട്ട് ഇറങ്ങിപ്പോയപ്പോൾ, അവർ ഡൈവോഴ്സ് ചെയ്തപ്പോൾ അത് പൊതുവിഷയമാണ്, സ്വകാര്യ വിഷയമല്ല. ഒരു വ്യക്തി ചെയ്തിട്ടുണ്ടെങ്കിലും, മന്ത്രി ചെയ്തത് പോട്ടെ, ഒരു വ്യക്തിയാണ് ചെയ്തിട്ടുണ്ടെങ്കിലും ഗാർഹിക പീഡനത്തിൻ്റെ കാര്യത്തിൽ വരും അവർ പരാതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഒന്നാമത്തെ വിഷയം. രണ്ടാമത്തെ വിഷയം, രണ്ടാമത്തെ ഈ ബിന്ദു എന്ന് പറയുന്ന, മേനോൻ എന്ന് പറയുന്ന രണ്ടാമത്തെ ഭാര്യയും പോലീസിനെ വിളിക്കുന്നു. അപ്പോൾ പോലീസ് വന്ന് അവിടെ നിന്ന് അവരുടെ മൊഴിയെടുക്കാതെ
പോലീസ് എന്തിനു പോയി? ഉത്തരം പറയേണ്ടത് പിണറായി വിജയനാണ്. ഒരു സ്ത്രീ വീട്ടിൽ, ഒരു ഭാര്യ, ഒരു സ്ത്രീ വീട്ടിൽ ഭർത്താവിൽ നിന്ന് ഗാർഹിക പീഡനം നേരിടുന്നു, അവരെ കൊല്ലാൻ പോകുന്നു എന്ന് പറഞ്ഞ് വിളിച്ചൊരു ഹെൽപ്പ് ലൈനിൽ വിളിച്ചിട്ട് ഹെൽപ്പ് ലൈനിൽ നിന്ന് പോലീസ് വന്നിട്ട് അവരുടെ മൊഴിയെടുക്കാതെ പോയതിൻ്റെ ഉദ്ദേശം എന്താണ്? ഇവർ പുറത്തിറങ്ങുമ്പോൾ പോലീസിനെ കാണാനില്ല. 2 ദിവസം കഴിയുമ്പോൾ ഇത് കോംപ്രമൈസ് ആക്കുന്നു. നിങ്ങളിത് കോംപ്രമൈസ് ആക്കുമ്പോഴും നമ്മുടെ വിജയൻ, മറ്റൊരു വിജയൻ ഉണ്ടായിരുന്നു കണ്ണൂരിൽ. എനിക്ക് അറിയാം, പിണറായി വിജയന് അറിയാമായിരിക്കും ആ വിജയന്, കാരണം അത്ര ചെറിയൊരു വിജയനായിരുന്നില്ല ജീവിച്ചിരുന്നപ്പോൾ. പ്രൊഫസർ എം.എൻ. വിജയൻ, ആ എം.എൻ. വിജയൻ്റെ മോനെയാണ് ഇപ്പോൾ കൊല്ലാൻ ശ്രമിച്ചത്. അതുപോട്ടെ, എം.എൻ. വിജയൻ്റെ ഒരു മാഷ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. കുട്ടി ഒരു ചോദ്യം ക്ലാസ്സിൽ നിന്ന് ചോദിച്ചാൽ കുട്ടിയെ ഇറക്കി നിർത്തിയാലും അല്ലെങ്കിൽ വീട്ടിൽ പോകാൻ പറഞ്ഞാലും കുട്ടിയെ തല്ലിയാലും ചോദ്യം ചോദ്യമായി തന്നെ നിൽക്കും. ചോദിച്ചു പോയി കുട്ടി. അതുപോലെ പ്രിയപ്പെട്ട ഗണേഷേ, ഈ നിങ്ങളുടെ ഭാര്യ പരാതി പറയുന്നിടത്തോളം കാലം, നിങ്ങളുടെ ഭാര്യയെ നിങ്ങളെ തല്ലുന്നിടത്തോളം കാലം, നിങ്ങളുടെ ഭാര്യയുമായി നിങ്ങൾ വഴക്കുണ്ടാക്കുന്നിടത്തോളം കാലം ഇതൊരു പൊതുവിഷയമാണ്, ക്രിമിനൽ വിഷയമാണ്, ഗാർഹിക പീഡനത്തിൽ വരേണ്ട വിഷയമാണ്. സ്വമേധയാ കേസെടുക്കേണ്ടതാണ് വനിതാ കമ്മീഷൻ. മഹിളാ അസോസിയേഷൻകാരെവിടെ പോയി? അവർ കൊല്ലത്തെ ഒരു മഹിളാ അസോസിയേഷൻ്റെ നേതാവ് പറഞ്ഞു, മുകേഷിൻ്റെത് നീളം കുറഞ്ഞ അളവുകോൽ ചെറുതാണ് മുകേഷിൻ്റെത്, അതുപോലെ സമയം രാഹുൽ മോഹൻകുട്ടൻ്റെ കുറച്ച് വലുതാണ്, അതുകൊണ്ട് രാഹുൽ മോഹൻകുട്ടത്തിൻ്റെ തീവ്രത കൂടിയതാണ്. കൊച്ചു പയ്യനല്ലേ, അപ്പോൾ കുറച്ച് തീവ്രത കൂടും. മുകേഷ് വയസ്സായതുകൊണ്ട് തീവ്രത കുറവാണ് എന്നൊരു വനിത പറഞ്ഞായിരുന്നു. അപ്പോൾ ഇതിൽ ഗണേഷിൻ്റെ തീവ്രത എത്രയാണ് എന്നും മഹിളാ അസോസിയേഷനെ പോലുള്ള സംഘടനകൾ പറയണം. ഇവിടെ ഒരുപാട് സംവിധാനങ്ങളുണ്ട്. ഈ സംവിധാനങ്ങളൊക്കെ പിന്നെ KR മീരയെ പോലുള്ള വലിയ സാംസ്കാരിക നവോത്ഥാന നായികമാരും ഒക്കെ ഉണ്ട്. ശാസ്ത്ര സാഹിത്യ പരിഷത്തുണ്ട്, സാമൂഹ്യ സംഘടനകളെ കൊണ്ട്, പുരോഗമന കലാസാഹിത്യ സംഘമുണ്ട്. കേരളത്തിൽ തെക്ക് വടക്ക് നടക്കാൻ വയ്യാത്ത രീതിയിൽ സാമൂഹിക സാംസ്കാരിക നായകന്മാരും നായികമാരും മുട്ടിനുള്ള ഈ സംസ്ഥാനത്ത് ഒരു മന്ത്രി സ്വന്തം ഭാര്യയെ ഗാർഹിക പീഡനം നടത്തിയിട്ടും തല്ലിയിട്ട് അവർ പോലീസിനെ വിളിച്ച് പോലീസ് വന്നിട്ടും കേസെടുക്കാതെ കോംപ്രമൈസ് ചെയ്തു എന്നുള്ളത് പോട്ടെ, അത് ഭാര്യ ഭർത്തൃ വിഷയം, അവർ കോംപ്രമൈസ് ചെയ്തു, ഓക്കെ. പക്ഷേ ഈ ഭർത്താവ് എന്ന് പറയുന്ന ഗുണാപ്പൻ, അതായത് മന്ത്രി വന്ന് നമ്മളുടെ മുഖത്ത് നോക്കി, മലയാളിയുടെ മുഖത്ത് നോക്കി മഞ്ഞളിക്കുകയും മലയാളിയുടെ മുഖത്ത് നോക്കി കൊഞ്ഞനം കൊത്തി കാണിക്കുകയും, ഞാൻ ഇനിയും പ്രണയിക്കും, ഇനിയും ഒരുപാട് സ്ത്രീകളെ ഇതുപോലെ അവിടെയും ഇവിടെയൊക്കെ കൊണ്ടുപോകും, വേണമെങ്കിൽ ഭാര്യമാരെ നിനക്ക് വേണമെങ്കിൽ എൻ്റെ കൂടെ നിൽക്കാം, അല്ലെങ്കിൽ ബിന്ദുവിനും പോകാം, മറ്റൊരു ബിന്ദു മാന്യതയുള്ള സ്ത്രീയാണെങ്കിൽ നിങ്ങൾ ഡൈവോഴ്സ് ചെയ്ത് പോകണം, അയാളുടെ കാര്യം നോക്കട്ടെ, നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കുക. വളരെ കൃത്യമായി കാര്യങ്ങൾ, അതുപോലെ കേസ് കൊടുക്കേണ്ടതാണ്, കൃത്യമായി കേസ് കൊടുക്കേണ്ടതാണ്. എന്തുകൊണ്ട് ഇത് സംഭവിക്കില്ല? കാരണം അവരെ ഭീഷണിപ്പെടുത്തി കാണും, അവരെ കൊന്നുകളയുമെന്ന് പറഞ്ഞ് കാണും. അവർക്കിനി ജീവിക്കാൻ മോഹമുള്ളവർ കാണുമല്ലോ. ചത്താലും കുഴപ്പമില്ല, നീതി വേണമെന്ന് വിചാരിക്കുന്ന സ്ത്രീകളൊന്നും കാണത്തില്ല. എന്തായാലും വളരെ കഷ്ടമായി പോയി ഈ വിഷയങ്ങൾ കേൾക്കുമ്പോൾ. ഗവൺമെൻറ് ഒരു ഇരുട്ടിൽ നിന്ന് രക്ഷപ്പെട്ടു, മുഖ്യമന്ത്രി രക്ഷപ്പെട്ടു. പക്ഷേ കപ്പിൽ ചായ കുടിക്കുന്ന കപ്പിൽ ഐ ലവ് ടു എന്നൊക്കെ പറഞ്ഞ് എഴുതി ചന്ദ്രനെയും ഇന്ദ്രനെയൊക്കെ വിളിച്ച് സ്നേഹത്തിൻ്റെ പ്രണയത്തിൻ്റെ അവൾക്കൊപ്പം ഇവൾക്കൊപ്പം മറ്റവൾക്കൊപ്പം മറിച്ചവൾക്കൊപ്പം എന്നൊക്കെ പറഞ്ഞ് കപ്പിൽ ചായ കുടിക്കുന്ന പിണറായി വിജയൻ സാറേ, അച്യുതാനന്ദൻ ഉണ്ടായിരുന്നെങ്കിൽ ഉളുപ്പ് വേണം എന്ന് പറഞ്ഞ് ചിലപ്പോൾ താങ്കളുടെ കരണത്ത് ഒന്ന് തരാനും പോലും അച്യുതാനന്ദൻ തയ്യാറാകുമായിരുന്നു. കാരണം അങ്ങനെയുള്ള ആളുകളെല്ലാം മരിച്ചുപോയി എന്നുള്ളതാണ് കേരളത്തിൻ്റെ ശാപം. എം.എൻ. വിജയൻ മാഷും അച്യുതാനന്ദന്മാരുമൊക്കെ മരിച്ചുപോയ കെട്ടകാലത്ത്, ഞാൻ അവസാനിപ്പിക്കുന്നു, ഈ കെട്ടകാലത്ത് ഗണേശന്മാർ ഉണ്ടാകും. ഗണേശൻ 1000-ഓ 10,000-ഓ സ്ത്രീകളുമായിട്ടും ബന്ധപ്പെടാം, 5,000-ഓ 10,000-ഓ, പിന്നെ അതിന് പ്രണയിക്കാം, ബന്ധപ്പെടാം, എന്തും ചെയ്യാം. പക്ഷേ നമ്മളുടെ മലയാളിയുടെ മുഖത്ത് നോക്കി കൊഞ്ഞനം കുത്തി കാണിക്കരുത്. വന്നു നിന്നിട്ട് പുതിയ തലമുറയോട് ഇങ്ങനെ സംസാരിക്കരുത്. താങ്കളുടെ കരണക്കുറ്റിക്ക് വന്ന് അടിക്കാൻ കഴിയാത്തത് കൊണ്ടും മന്ത്രി ആയതുകൊണ്ടാണ് ജനങ്ങൾ വെറുതെ ഇരിക്കുന്നത്. സാധാരണ ആളായിരുന്നെങ്കിൽ ഒരുപക്ഷെ താങ്കളെ വളഞ്ഞിട്ട് ആളുകൾ തല്ലിയനെ. എന്തായാലും താങ്കൾ നല്ല മെസ്സേജാണ് കൊടുത്തത്. ജവഹർലാൽ നെഹ്റു, മഹാത്മാഗാന്ധി, പിന്നെ താങ്കൾ വില്യം ഷേക്സ്പിയർ അടക്കമുള്ള എല്ലാവരെയും പറഞ്ഞല്ലോ, ബെർണാഡ് ഷാ. അപ്പോൾ അങ്ങനെ ലോകത്തിൽ പിന്നെ മാധവിക്കുട്ടി, എത്ര വലിയ ആളുകളെയാണ് പറഞ്ഞത്. ആ നിരയിലേക്ക് ഉയർന്ന ഗണേഷ് നാളത്തെ പിള്ളേർ ഇങ്ങനെ പഠിക്കുമ്പോൾ ജവഹർലാൽ നെഹ്റു, മഹാത്മാഗാന്ധി എന്നെഴുതുന്നതിൻ്റെ ഏറ്റവും മുകളിൽ KB ഗണേഷ് കുമാർ എന്ന് എഴുതും. ചരിത്രം പഠിക്കാൻ ഒരു അവസരമുണ്ടാക്കിയതിന് അങ്ങേക്ക് നല്ല നമസ്കാരം.